ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മൾ ഹല്ലേലൂയ പറയേണ്ട ഒരു കാലമാണ്. യഥാർത്ഥത്തിൽ പെസഹ കാലം 50-ാം തിരുനാളോടുകൂടി അവസാനിക്കും. 50-ാം തിരുനാൾ എന്ന അത് പെന്തക്കോസ്ത തിരുനാളാണ്. അത് ഈ വർഷം പെന്തക്കോസ്ത തിരുനാൾ മെയ് മാസം 24-ാം തീയതിയാണ്. അപ്പം അതുവരെ പ്രത്യേകമായി നമ്മൾ ഹല്ലേലൂയൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ച് ഈ ആദ്യത്തെ 8 ദിവസം പെസഹ കാലത്തിലെ അഷ്ടദിനം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് പുതുഞായർ വരെയുള്ള ദിവസം, അടുത്ത ഞായറാഴ്ച വരെ വളരെ അനുഗ്രഹമുള്ള ദിവസമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ഈ കർത്താവിൻ്റെ മാലാഖ അത് മാറ്റി, അല്ലെങ്കിൽ ഈ പെന്തക്കോസ്ത തിരുനാൾ വരെ 50-ാം തിരുനാൾ 80 ദിവസം നമ്മൾ സ്വർലോകരാജ്ഞ ആന്തിച്ചാലും അതാണ് ചൊല്ലേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് മാറ്റി ചൊല്ലണം. നമുക്കൊന്നത് ചൊല്ലിയാലോ? ഹല്ലേലൂയ എന്ന് നിങ്ങൾ പറയണം. സ്വർലോകരാജ്ഞ ആന്തിച്ചാലും ഹല്ലേലൂയ. എന്തെന്നാൽ ഭാഗ്യവതിയായ ഞങ്ങളുടെ തിരുവുതരത്തിൽ അവതരിച്ചയാൾ ഹല്ലേലൂയ. അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ഹല്ലേലൂയ. കന്യകാമറിയമേ ആമോദിച്ചാന്തിച്ചാലും ഹല്ലേലൂയ. എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സർവേശ്വര, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ ഉത്ഥാനത്തെ ലോകത്തെ ആനന്ദിപ്പിക്കുവാൻ എന്ന് തിരുമനസ്സായല്ലോ. അവിടുത്തെ മാതാവായ കന്യകാമറിയം മുഖേന ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതാണ് നമ്മൾ ഈ പെസഹ കാലത്തിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന. തൃത്വസ്തുതി അത് 3 പ്രാവശ്യം അതിൻ്റെ കൂടെ ചൊല്ലി അത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കർത്താവിൻ്റെ മാലാഖ ഇനി ചൊല്ലേണ്ടത് അത് പെന്തക്കോസ്ത തിരുനാളിന് ശേഷം, അതായത് മെയ് 25-ാം തീയതി മുതലാണത് വീണ്ടും അത് ആവർത്തിച്ച് ചൊല്ലേണ്ടത്. നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കത്തോലിക്ക സഭ മുഴുവൻ അത് ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു അഭിഷേകം നമുക്ക് കിട്ടും. അപ്പോൾ ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ്. എല്ലാവരും കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞ് ഇന്ന് മദ്യമൊക്കെ കഴിച്ച് ഇറച്ചി മീനൊക്കെ കഴിച്ച് ഇങ്ങനെ അർമാദിക്കാൻ പോവുകയാണെന്ന്. പക്ഷെ നിങ്ങൾ ഓർത്തോ, ഇനിയാണ് ദിവസങ്ങൾ. അതായത് ഞങ്ങൾ വൈദികരാകുമ്പോൾ, വൈദികർ പട്ടം സ്വീകരിച്ചു കഴിയുമ്പോൾ 1 മാസം ഞങ്ങൾക്ക് അവധി നൽകും. അത് ഞാൻ 16 വർഷം പഠിച്ചിട്ടാണ് അച്ഛനായത്. അപ്പോൾ അത്രയും വർഷം പഠിക്കുമ്പോൾ നമുക്ക് 1 മാസം നമുക്കൊരു അവധി പോലെ തരിക. അതിനുശേഷമേ പള്ളി ഏൽപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഈശോ 30 വയസ്സ് വരെ രഹസ്യ ജീവിതം നയിച്ചു, 3 വർഷം പരസ്യജീവിതം നയിച്ചു. കഷ്ടപ്പെട്ട് പാടുപീടകളേറ്റ് കുരിശിൽ മരിച്ചു. ദൈവപിതാവിൻ്റെ ആ സാൽവിഫിക് പ്രോജക്റ്റ്, രക്ഷാകര പദ്ധതി വളരെ വിജയകരമായി പൂർത്തിയാക്കി. അപ്പം സ്വർഗീയ പിതാവിന് വലിയ സന്തോഷമായി. അപ്പം സ്വർഗീയ പിതാവ് പറയും, 40 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഭൂമിയിൽ നിന്നോ. 40 ദിവസം എന്തായാലും ഭൂമിയിൽ പോയി ജീവിച്ചതല്ലേ, കുറച്ച് പെട്ടെന്നൊക്കെ പോരാൻ സങ്കടം കാണും, ഭൂമിയിൽ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈശോയ്ക്ക് സങ്കടമാവും. അപ്പം അങ്ങനെ 40-ാം ദിവസം കഴിയുമ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്ന പോലെ വലത്തുഭാഗത്തേക്ക് പോയിരിക്കും. അപ്പം വലത്തുഭാഗത്ത്, പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത്. അപ്പം നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, കുഞ്ഞിനെ തരണേ, അല്ലെങ്കിൽ ജോലി തരണേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് ചിലപ്പോൾ കുഴപ്പങ്ങളുണ്ടാകും, ചിലപ്പോൾ കുറച്ച് മദ്യപാനം, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം ഈ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയാണല്ലോ ദൈവമായിട്ട് നമുക്ക് അനുഭവവേദ്യമായത്. പിതാവായ ദൈവത്തെ ഈശോ അല്ലാതെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കും. അപ്പം ഈശോ പറയും, അയ്യോ എൻ്റെ അടുത്ത് പിതാവിരിപ്പുണ്ട്, ഞാനല്ലത് പരിഗണിക്കേണ്ടത്. ഞാനിപ്പോൾ തന്ന പിതാവ് എങ്ങാനും പറഞ്ഞാലോ, കൊടുക്കണ്ട, അവൻ നല്ല കുരുത്തം കെട്ടവനാ, മദ്യപാനിയാ, പള്ളിയിലൊന്നും പോകുന്നില്ല, കൂതാശിയില്ല, കുമ്പസാരിയില്ല, അവന് ആ ഈസ്റ്റർ വരെ മാത്രം അവൻ ചെയ്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് അവൻ ആരോ കാണിക്കാൻ വേണ്ടി ചെയ്താ, എന്നോട് യഥാർത്ഥത്തിൽ സ്നേഹമൊന്നുമില്ല എന്ന് പറഞ്ഞ് തടസ്സം വയ്ക്കും. പക്ഷേ ഈ 40 ദിവസം ഉണ്ടല്ലോ, 40 ദിവസം ഈശോയോട് പറഞ്ഞിരിക്കുക, നിനക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോ. ഇപ്പോൾ ഉദ്ധിതൻ ഇവിടെ ഉണ്ടാവും. അതായത് ഉയർത്തെഴുന്നേറ്റ ഉദ്ധിതൻ എവിടെ പോയി? ഉയർത്തെഴുന്നേറ്റ ഉദ്ധിതൻ 40-ാം ദിവസമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഭൂമിയിലുണ്ട്. ഭൂമിയിൽ ഇറങ്ങി നടക്കുന്ന കാലമാണ്. ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ്. ചിലപ്പോൾ നിങ്ങൾ ത്രേസ്യാമേ എന്നൊക്കെ വിളിക്കും. ആരാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണുകയില്ല, പക്ഷെ ഉദ്ധിതനായിരിക്കും വിളിച്ചത്. റബ്ബോനി, മറിയം എന്ന് ആ മഗ്ദലന മറിയത്തെ വിളിച്ചപ്പോൾ മഗ്ദലന മറിയത്തിന് ആദ്യം മനസ്സിലായില്ല, തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. അപ്പം മറിയമെന്ന് വിളിച്ചപ്പോഴാണ് മനസ്സിലായത് റബ്ബോനി എന്ന് തിരിച്ച് മറുപടി പറയും.
അപ്പോൾ ഉദ്ധിതൻ ഇപ്പൊ അടുത്ത് വന്ന് ഇരിപ്പുണ്ടാവും. അപ്പോഴായിരിക്കും നീ മൊബൈൽ ഫോൺ നോക്കി കുർബാന കൂടുന്നത്. മനസ്സിലായോ? ഉദ്ധിതൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് നിന്റെ മദ്യഷാപ്പിലേക്ക് പോകുന്നത്. ഇന്ന് ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ്. നീ മെയ് 24 പെന്തക്കോസ്ത തിരുനാൾ. മെയ് 14 അത് വ്യാഴാഴ്ച ദിവസമാണ്. കറക്റ്റ് 40 ദിവസം. അന്നാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. അതുവരെ നമുക്ക് കുറച്ചുകൂടി സമയം തന്നിരിക്കുകയാണ് സമ്മാനം ചോദിക്കാൻ. കർത്താവെ, എനിക്കൊരു കുഞ്ഞിനെ തരണേ കർത്താവെ, എനിക്കൊരു ജോലി തരണേ കർത്താവെ, കർത്താവ് എൻ്റെ കടബാധ്യത മാറ്റിത്തരണേ കർത്താവെ, എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറ്റിത്തരണേ, കടബാധ്യത ഏറ്റെടുക്കണമേ. എനിക്ക് അങ്ങനെ കുറേ വിഷയങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധിക്കും. ഈശോയ്ക്ക് പിതാവായ ദൈവത്തോട് ചോദിക്കേണ്ടി വരില്ല. നിന്നോട് ചോദിക്കുന്നവർക്ക് കൊടുത്തു എന്ന് പറയാം. അപ്പോൾ ഈശോയെ മനസ്സിലാക്കി തിരിച്ചറിയുന്നവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ്. കർത്താവ് ഒരു കെട്ടുകഥയല്ല. അങ്ങനെ ഈശോ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണല്ലോ, 3-ാം ദിവസം ഉയർക്കും. അപ്പോൾ പടയാളികൾക്ക്, ഭടന്മാർക്ക് പൈസ കൊടുത്തിട്ട് അവരെടുത്തോണ്ട് പോകുന്ന കളവ് പറയണമെന്ന് പറഞ്ഞൊരു കഥ മെനഞ്ഞു. പക്ഷെ അതുപോലല്ല, കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു. അത് ലൂക്കായുടെ സുവിശേഷം 24:34 പറയുന്ന കാര്യമാണ്. അത് മത്തായിയുടെ സുവിശേഷം 28:6 അവൻ ഇവിടെ ഇല്ല, അവൻ താൻ അരുളിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. മർക്കോസ് 16:6 അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. ഇന്നത്തെ സുവിശേഷത്തിലെ ഉയർപ്പിക്കപ്പെട്ടു എന്നതിന് പകരം ശവകുടീരത്തിലെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി കണ്ടു. പുറത്തുനിന്ന് അടച്ച കല്ല് അകത്തുനിന്ന് ആര് തുറന്നു? അതാണ് ഉദ്ധിതൻ. കല്ലറ പിളർക്കുന്നവനാണ്. നമ്മുടെ ഉദ്ധിതനിലുള്ള വിശ്വാസമാണിത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 1 കൊറിന്തോസ് 15-ാം അധ്യായം അത് 2 തവണ പറയുന്നൊരു കാര്യമാണ്. കർത്താവ് ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. അത് 14-ാമത്തെ വാക്യം. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം ആണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പൗലോസ് അപ്പോസ്തലൻ ഏറ്റുപറഞ്ഞ കാര്യം. പൗലോസ് അപ്പോസ്തലൻ അനുഭവമുണ്ട്. ഉദ്ധിതന്റെ മിന്നലൊളിയാണ് പൗലോസ് അപ്പോസ്തലനെ കുതിരപ്പുറത്തുനിന്ന് വീഴ്ത്തിയത്. ഉദ്ധിതൻ തൊട്ട ആളാണ്. അങ്ങനെ സാവൂള് പൗലോസായിട്ട് മാറി. 3 ദിവസം കാഴ്ച കാണാതിരുന്നു. അങ്ങനെ സാവൂള് പൗലോസായി മാറി, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ആളായിട്ട് മാറി. അപ്പോൾ ഉദ്ധിതൻ ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ്. അതായത് എന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസിന്റെ മാനസാന്തരം, സാവൂളിന്റെ മാനസാന്തരം, അതാണ് ഉദ്ധിതൻ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കാര്യം, കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു, കച്ച അവിടെ ഉണ്ട്, തലയിൽ കെട്ടിയ തൂവാല കച്ചയോടുകൂടി അല്ലാതെ അവിടെ മാറ്റി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഇതൊക്കെ തെളിവുകളാണ്. ഇതൊക്കെ ഉദ്ധിതന്റെ തെളിവുകളാണ്. ശൂന്യമായ കല്ലറ. ഇനി ഈശോ പ്രത്യക്ഷപ്പെടുന്നത്, ഈശോ ഒത്തിരി പ്രത്യക്ഷപ്പെടലുകൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു, ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ്. നിങ്ങളുടെ സങ്കടം കണ്ടിട്ട് നിങ്ങളിങ്ങനെ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ആത്മാർത്ഥത കാണുമ്പോൾ ഉദ്ധിതൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലം. അപ്പം അത് പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ബൈബിളിലുള്ള കാര്യമാണ്. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആദ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ശ്ലീഹ കൂടെ ഉണ്ടായിരുന്നില്ല. തോമസ് ശ്ലീഹയ്ക്ക് വേണ്ടി അത് നമ്മൾ അടുത്ത ഞായറാഴ്ച പുതുഞായർ തിരുനാളിൽ നമ്മൾ ആചരിക്കുന്ന ഒരു കാര്യമാണ്. തോമസിന് വേണ്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇനി തിബേരിയാസ് കടൽ തീരത്ത് പ്രത്യക്ഷപ്പെട്ടു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. പൗലോസിന് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് നന്നായിട്ട് നമുക്കിത് പ്രയോജനപ്പെടുത്താം. ഉത്ഥാനത്തിന്റെ നാളുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ്. നമുക്കത് പ്രയോജനപ്പെടുത്താം. ഹല്ലേലൂയ എന്ന് പറയാനൊന്നും നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. ഇതിന് ഈ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നത് 4 സുവിശേഷത്തിലും പറയുന്നൊരു കാര്യമാണ്. മർക്കോസ്, മത്തായി, ലൂക്ക, അതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിലും പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യം, ഒരു ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റി കല്ലിന്മേലിരുന്നു. ഈ കല്ല് ഒരു തടസ്സമാണ്. കല്ലിന്റെ മേലുള്ള ആധിപത്യം. ഇങ്ങനെ ഒരു ആളും ഇങ്ങനെ അടക്കം ചെയ്യപ്പെട്ട് അതിങ്ങനെ കല്ല് വെച്ച് മൂടാറില്ല. ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ സമയത്താണ് അതങ്ങനെ ചെയ്തത്. അത് റോമൻ ഭരണാധികാരത്തിന്റെ ആധിപത്യത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അത് കല്ലറ പിളർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ഈശോ നിരായുധമാക്കി, അത് നിർവീര്യമാക്കി,
അതിന്റെ പ്രതീകമാണ് കല്ല് ഇങ്ങനെ മാറ്റപ്പെടുന്നത്. കല്ല് ഇല്ല, ലാസറിനോട് പറയില്ല, കല്ല്, ലാസറിന്റെ കല്ലെടുത്ത് മാറ്റുവിൻ, ലാസറേ പുറത്തു വരൂ. ഈ കല്ലിന്റെ ഒരു പ്രതീകം. നമുക്ക് ചിലപ്പോൾ നമ്മുടെ കല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മദ്യപാനം ഒരു കല്ലാകാം, വ്യഭിചാരം ഒരു കല്ലാകാം, വിവിധങ്ങളായ തടസ്സങ്ങൾ ഒരു കല്ലാകാം. പുറത്തു നടച്ച കല്ലറ, ആ കല്ല് അത് അകത്തുനിന്ന് തുറന്ന് പുറത്തേക്ക് വന്ന ഉദ്ധിതനായ ഈശോയ്ക്ക് നമുക്ക് തുറക്കാൻ പറ്റാത്ത, അകത്ത് നമ്മളിങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന പോലെ അവസ്ഥയുണ്ട്. മദ്യപാനത്തിന്റെ കുടുക്കിൽ, വ്യഭിചാരത്തിന്റെ കുടുക്കിൽ, വിവിധങ്ങളായ തടസ്സങ്ങളുടെ കുടുക്കിൽ, വൈവാഹികദോഷം, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, കടബാധ്യത, മറ്റു കെണികൾ, ഇതിലൊക്കെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ പുറത്തു നിന്ന് കല്ല് മാറ്റി, കല്ലറ തുറന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കാൻ കഴിവുള്ളവനാണ് ഉദ്ധിതനായ ഈശോ. അതാണ്. അതുകൊണ്ട് കല്ലറ പിളർക്കാൻ കഴിവുള്ളവന് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ അസാധ്യമായ കാര്യം ചെയ്യാൻ കല്ലറ പിളർക്കേണ്ട അത്ര ബുദ്ധിമുട്ടില്ല പ്രിയ മക്കളെ. കല്ലറ പിളർക്കാനാണ് പാട്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തരാൻ കർത്താവിന് അത്ര ബുദ്ധിമുട്ടില്ല. കല്ലറ പിളർക്കാൻ കഴിഞ്ഞവന് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് ഈ ഞായറാഴ്ച ആചരണം, ഈ ലത്തീൻ കത്തോലിക്ക സഭയിൽ ഞായറാഴ്ച നോയമ്പിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ ദൈവിക ചിന്ത എന്താണെന്നറിയാവോ? ഓരോ ഞായറാഴ്ചയും ഈസ്റ്ററിന് തുല്യമാണ്. ഈസ്റ്ററിന് തുല്യമാണ്. അപ്പൊ ഈസ്റ്റർ പോലും ഈ നോയമ്പിന്റെ എണ്ണത്തിൽ കൂട്ടി നോയമ്പായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അത് തെറ്റാണ്. ഉദ്ധിതന്റെ ദിവസമാണ് ഈസ്റ്റർ. ഓരോ ഞായറാഴ്ചയും ഈസ്റ്ററിന് തുല്യമാണ്. അതുകൊണ്ട് ഞായറാഴ്ച ആചരണം കടമുള്ളതാണെന്ന് പറയുന്നത് നിന്നെ ഭാരപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. കല്ലറ പിളർക്കാൻ കഴിവുള്ളവന് നീ ഈ ഒരു ദൈവാരാധന നടത്തിയാൽ നീ രക്ഷപ്പെടും. ദൈവാരാധന, ഞായറാഴ്ച ആചരണം ദൈവാരാധനയാണ്. കൂടെയുള്ള കുമ്പസാരം ദൈവാരാധനയാണ്. ഉദ്ധിതന്റെ അമ്മ പരിശുദ്ധ മറിയം നമുക്ക് കാണിച്ചു തരുന്നത് അതുതന്നെയാണ്. ദൈവാരാധന നടത്തി സ്വർഗത്തിലേക്ക് കയറിപ്പോയവളാണ് മറിയം. അതുകൊണ്ട് നമുക്ക് ഈ മാതാവിനെ, നമുക്ക് ഉദ്ധിതന്റെ അമ്മയെ കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് ഈ വിശ്വാസ ജീവൻ നയിക്കാം. കല്ലറ പിളർക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ പല കല്ലുകളും മാറ്റപ്പെടട്ടെ. നിങ്ങൾക്ക് ഉത്ഥാനത്തിന്റെ സന്തോഷം ഉണ്ടാകട്ടെ. ഉത്ഥാനത്തിന്റെ മക്കൾ പറയുന്നത് പോലെയുള്ള ആ ഒരു ആവേശം ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഉണ്ടാകട്ടെ. നമുക്കൊന്ന് ഉറക്കെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഈ ഉത്ഥാന ദിവസം പല കല്ലറകളും പിളർക്കപ്പെടട്ടെ, പല കല്ലുകളും മാറ്റപ്പെടട്ടെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, വൈവാഹിക ദോഷങ്ങൾ മാറട്ടെ, കടബാധ്യതകൾ മാറട്ടെ, ജോലി ലഭിക്കട്ടെ, മദ്യപാനം മാറട്ടെ, വിവാഹേതര ബന്ധങ്ങൾ അവസാനിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കല്ലറ പിളർന്നു, രക്ഷകനുയർത്തു, ഇരുളന മറഞ്ഞു, പുലരൊളി വിരിഞ്ഞു. കല്ലറ പിളർന്നു, രക്ഷകനുയർത്തു, ഇരുളന മറഞ്ഞു, പുലരൊളി വിരിഞ്ഞു. പാരിനാഘോഷമായി, മനസ്സിനാനന്ദമായി, പാപശാപങ്ങളകന്നു, മോക്ഷ സൗഭാഗ്യമായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് ഉദ്ധിതനാഥന് ആമോദം പാടുന്നു. ഹല്ലേലൂയ. ഉദ്ധിതന്റെ അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പെസഹ കാലം ഉടനീളം പ്രാർത്ഥിക്കണമേ. ഇനിയും കിട്ടേണ്ട ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന ഉദ്ധിതനിൽ നിന്നും നേരിട്ടൊരു സമ്മാനം സ്വീകരിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ.